കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോട് പ്രവർത്തിക്കുന്ന ഫ്രഷ് കട്ട് അറവുമാലിന്യ പ്ലാന്റിനെതിരെ പ്രദേശവാസികളുടെ സമരം ശക്തമാകുന്നു. ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ റോഡ് തടഞ്ഞ സമരക്കാർ പ്ലാന്റ് അടച്ചുപൂട്ടുവരെ സമരം തുടരുമെന്ന നിലപാടിലാണ്. നിയമലംഘനങ്ങൾ വ്യക്തമായിട്ടും നടപടിയെടുക്കേണ്ട അധികൃതർ കമ്പനി മുതലാളിമാരുടെ പണത്താൽ സ്വാധീനിക്കപ്പെടുകയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ റെഡ് കാറ്റഗറി ലിസ്റ്റിൽപ്പെട്ട അറവുമാലിന്യ പ്ലാന്റിനെതിരെ ഇരകളാക്കപ്പെട്ട ജനങ്ങളാണ് തെരുവിലിറങ്ങിയത്. 5-6 കൊല്ലമായി ഈ സമരം നടക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഒരു മാസത്തിലധികം അത് പൂട്ടിയിട്ടു. ഇത് നിയമവിരുദ്ധമാണെന്ന് ബോധ്യമായിട്ട് തന്നെയാണ് പൂട്ടിയിട്ടത്. പക്ഷേ കൃത്രിമമായ മാർഗത്തിലൂടെ ഇത് വീണ്ടും തുറന്നിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഇത് നിയമവിരുദ്ധമായിട്ടുള്ള സ്ഥാപനം തന്നെയാണ്. അധികാരികളുടെ അകമഴിഞ്ഞ പിന്തുണയിലാണ് ഫ്രഷ് കട്ട് ഓർഗാനിക് ലിമിറ്റഡ് 5 വർഷമായി തുടരുന്ന അതിജീവന സമരത്തെ അതിജയിക്കുന്നതെന്ന് സമരക്കാർ ആരോപിച്ചു. എല്ലാ അധികാരികളും ഞങ്ങളെ കബളിപ്പിക്കുകയാണ്. ഇപ്പൊ തന്നെ ഈ കട്ടിപ്പാറ പഞ്ചായത്ത് ഇവർക്കുള്ള ലൈസൻസ് നിരോധിച്ചു. ലൈസൻസ് പുതുക്കി കൊടുത്തില്ല. അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതിന്റെ ഓണേഴ്സ് തിരുവനന്തപുരത്ത് പോയിട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ നേരിട്ട് സ്വാധീനിച്ചുകൊണ്ട് മന്ത്രിതലത്തിൽ സ്വാധീനിച്ചുകൊണ്ടാണ് ഈ ലൈസൻസ് കരസ്ഥമാക്കിയിട്ടുള്ളത്. ഫാക്ടറിയിൽ നിന്നുയരുന്ന ദുർഗന്ധം മൂലം പൊറുതിമുട്ടിയ നാട്ടുകാരാണ് ആദ്യമായി കുടിൽ കെട്ടി സമരം ആരംഭിച്ചത്. ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളെ ഇനിയും അവഗണിക്കാനാണ് തീരുമാനമെങ്കിൽ ജീവൻ മരണ സമരം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമെന്നും സമരക്കാർ മുന്നറിയിപ്പ് നൽകി. മീഡിയ 1 കോഴിക്കോട്.